കോൺഗ്രസിലെ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള ചർച്ചകളിൽ അഭിപ്രായം പറഞ്ഞ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കെ.സി. വേണുഗോപാൽ വളരെ മിടുക്കനാണെന്നും തെരഞ്ഞെടുപ്പിൽ പിന്നണിയിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചത് അദ്ദേഹമാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം, തെരഞ്ഞെടുപ്പ് ഫണ്ട് കൈകാര്യം ചെയ്യൽ, പാർട്ടിയിലെ പ്രശ്നപരിഹാരം എന്നിവയിലെല്ലാം കെ.സി. വേണുഗോപാലിന് വലിയ പങ്കുണ്ടെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. AICC സെക്രട്ടറി മുതൽ കോൺഗ്രസിന്റെ ഉന്നത പദവികളിൽ ഇരുന്ന പാരമ്പര്യവും ഉത്തരേന്ത്യയിലുള്ള സ്വാധീനവും അദ്ദേഹത്തിനുണ്ട്. ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലുള്ള പ്രാവീണ്യവും അദ്ദേഹത്തിന്റെ നേതൃഗുണമാണെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. VD സതീശൻ ടിവിയിൽ വന്ന് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കളി നിയന്ത്രിച്ചതും പ്രശ്നങ്ങൾ പരിഹരിച്ചതും വേണുഗോപാലാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഇടതുപക്ഷത്തിന് പിണറായി വിജയൻ എന്ന ഏക നേതൃത്വമുള്ളപ്പോൾ കോൺഗ്രസിൽ അത്തരം ഒരു നേതൃത്വമില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പദത്തിനായി കോൺഗ്രസിനുള്ളിൽ വടംവലി നടക്കുന്നത് ശരിയല്ല. ഇത് കോൺഗ്രസിന്റെ പാരമ്പര്യമാണ്. തെരഞ്ഞെടുപ്പ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അധികാരത്തിന് വേണ്ടി ഇവർ തമ്മിൽ അടിക്കുമെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. ശബരിമലയിലെ ED അന്വേഷണം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവസാനിക്കുമെന്ന് നേരത്തെ താൻ പറഞ്ഞതാണെന്നും അദ്ദേഹം പറഞ്ഞു. അവസാനം അന്വേഷണവും ഉണ്ടാകില്ല, സ്വർണവും ഉണ്ടാകില്ലെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മാധ്യമങ്ങൾ തന്നെ വല്ലാതെ വേട്ടയാടിയെന്നും കുഴപ്പിക്കാൻ നോക്കിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പക്ഷേ അവരുടെ പണി എൻ്റെ അടുത്ത് നടക്കില്ല. പ്രായമുണ്ടെങ്കിലും നല്ല ബോധം ഇപ്പോഴുമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി കൈവരിക്കാൻ കാലാകാലങ്ങളിൽ വന്ന ഒരു സർക്കാരും SNDPയെ സഹായിക്കുന്നില്ല. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും വോട്ട് ബാങ്കായി മാറി. ലീഗിനെ നയിക്കുന്നത് തങ്ങൾമാരാണെങ്കിൽ കേരള കോൺഗ്രസിന് പിന്നിൽ പിതാക്കന്മാരാണ്. ആത്മീയ ശക്തിയുടെ ഭാഗമായി അവരെല്ലാം നേടിയെടുത്തു. രാജ്യത്ത് ജനാധിപത്യം പോയി, മതാധിപത്യം വന്നു. മുസ്ലിങ്ങൾ സംഘടിച്ച് ശക്തരായി. അവർ എല്ലാ അവകാശങ്ങളും കൊണ്ടുപോയി. ക്രിസ്ത്യൻ സമുദായത്തിലെ സിസ്റ്റർമാർക്ക് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ പെൻഷൻ കൊടുക്കാൻ പോകുന്നത്? മറ്റു പലർക്കും ഇവിടെ ജാതി പറയാം. താൻ പറഞ്ഞാൽ മാത്രം വിവാദമാകും. നീതി പറഞ്ഞാലും ജാതിയാകും. ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ ഒരു ഈഴവനെ മാത്രമാണ് നിർത്തിയത്. CPM മണിയാശാനെ നിർത്തിയില്ല. നിർത്തിയിരുന്നുവെങ്കിൽ പുഷ്പം പോലെ ജയിച്ചേനെയെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമെന്ന് വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ചിലയിടത്ത് രണ്ടുപേർ തമ്മിലുള്ള മത്സരമാണെന്നും ആലപ്പുഴയിൽ ചിത്തരഞ്ജൻ വിജയിക്കുമെന്നും അന്ന് മാധ്യമങ്ങളോട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. എന്നാൽ കേരളത്തിലാകെയുള്ള തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. NDAക്ക് വോട്ട് കൂടും, എന്നാൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമോ എന്ന് പറയാനാവില്ലെന്നും ആലപ്പുഴയിൽ വെച്ചാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പണമിറക്കി നടത്തിയ പ്രചരണവും വാശിയേറിയ പോരാട്ടവുമാണ് ഇക്കുറി നടന്നത്. ശക്തമായ ത്രികോണ മത്സരമാണ് പല മണ്ഡലങ്ങളിലും നടന്നത്. 100 സീറ്റ് നേടും എന്നെല്ലാമുള്ള അവകാശവാദങ്ങളെല്ലാം നടക്കുമോ എന്ന് കാത്തിരുന്നു കാണാമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു.